ഉപകരണം വയറ്റിൽ കുടുങ്ങി പോവുക, അതുമായി 50 വർഷം ജീവിച്ചാലും ഒന്നും സംഭവിക്കത്തില്ല. ശസ്ത്രക്രിയക്കിടെ രോഗിയുടെ വയറ്റിൽ കുടുങ്ങിയ കത്രികയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഡോക്ടറുടെ വിചിത്രമായ മറുപടി. അഞ്ചല്ല 50 വർഷം കഴിഞ്ഞാലും ഒന്നും സംഭവിക്കില്ല എന്നും ആവശ്യത്തിന് സ്റ്റാഫുകളില്ലാത്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നതെന്നും ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഉപകരണങ്ങളുടെ എണ്ണം തിട്ടപ്പെടുത്താൻ ആശുപത്രികളിൽ ജീവനക്കാരില്ല എന്നും ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ ഉപകരണം കുടുങ്ങിയ സംഭവത്തിൽ മുൻ യൂണിറ്റ് ചീഫ് ഡോക്ടർ ലളിതാംബിക. അത് യൂറിനറി സ്റ്റോണിന്റെ വേദനയാണ്. ഇതിപ്പം ഈ ഒരു സിംറ്റം വന്നുകൊണ്ട് കണ്ടുപിടിച്ചു. അൾട്രാസൗണ്ട് വരാൻ പാടില്ല, ഇൻസ്ട്രുമെന്റ് വരാൻ പാടില്ല എന്നുള്ളതിന് സംശയമില്ല. പക്ഷെ എന്തുകൊണ്ട് വന്നു എന്നുള്ളത് ഇപ്പം ഒരാളുടെ തലയിൽ കെട്ടിയ സിസ്റ്റത്തിലാണ് അതിന്റെ ഫെയിലിയർ. എന്തുകൊണ്ട് ബോർഡ് വെച്ച് എഴുതാനുള്ള സ്റ്റാഫില്ല? ആ സ്റ്റാഫ് എഴുതണം, എഴുതി കഴിഞ്ഞ് ഡോക്ടറും കൂടെ ചേർന്ന് ചെക്ക് ചെയ്യണം. അതിനുള്ള സിസ്റ്റം നമുക്കില്ല. അത് ഇനി ഇതുകൊണ്ടെങ്കിലും ഗവൺമെന്റിൽ അത് വന്നാൽ നല്ലതാണ് കേട്ടോ. ഞാൻ ചെയ്തതല്ല, അത് പേര് വെളി വരുന്നവരെ നിങ്ങൾ ക്ഷമിക്കും. ഇല്ലല്ലോ, ഞാൻ പറഞ്ഞില്ല. എന്താന്ന് വെച്ചാൽ കോവിഡ് ആയിരുന്നല്ലോ. ഞാൻ ഈ കോവിഡിന്റെ കുറേ ആയിരുന്നു ഫുൾ. കോവിഡിന്റെ നമുക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് അന്നുണ്ടല്ലോ. എപ്പോഴും മീറ്റിംഗ്, റിപ്പോർട്ട് കൊടുക്കണം. അപ്പം നമ്മൾ അതിൻ്റെ അതുകൊണ്ട് കഴിയുന്നത്ര നമ്മൾ ആ സമയം തിയേറ്ററിൽ കയറാൻ പറ്റിയിട്ടില്ല. എന്തെങ്കിലുമൊക്കെ കേസുകൾ ചിലപ്പം ആളില്ലാത്തപ്പോഴൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ 3.5 കിലോ ആണ് ഞാൻ ഓർത്തേനെ. ഡോക്ടർ, ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ട്. ഇപ്പൊ ഡോക്ടർ സർജറി ചെയ്തില്ലെങ്കിൽ ഡോക്ടർ അവിടുത്തെ ചീഫ് ആയിരുന്നു. അത് നമുക്ക് ഓരോ ഞാൻ ചോദിക്കുന്നത്, അപ്പൊ ഡോക്ടറുടെ പേരായിരിക്കും സ്വാഭാവികമായിട്ട് രേഖകളിൽ വരിക? അല്ല, സർജറി രജിസ്റ്ററിൽ ചെയ്ത ആളുടെ പേര്, കേസ് ഷീറ്റിന്റെ ഫ്രണ്ടിൽ യൂണിറ്റ് ചീഫിന്റെ പേര് വരും. പക്ഷെ സർജറി രജിസ്റ്ററിലും സർജറി നോട്ട്സിലും ചെയ്തവരുടെ പേര് അത് ഇന്ന് എടുക്കുമ്പോൾ കിട്ടും. ഡെഫിനറ്റ് ആയിട്ട് പറയുക ആരാ ചെയ്തേക്ക്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഈ ചെയ്ത ഒരാളുടെ തലയിൽ വെക്കുന്നതും കഷ്ടമാണ്. അത് സിസ്റ്റം ഇങ്ങനെയാണ്. ശരിക്കും ഒരു ബോർഡ് വെച്ച് എത്ര ഇൻസ്ട്രുമെന്റ് ഉണ്ടെന്ന് ഫ്ലോർ നേഴ്സ് എഴുതണം. അങ്ങനെ ഒരു ഫ്ലോർ നേഴ്സ് എന്നൊരു തസ്തിക നമ്മുടെ ഒരു തിയേറ്ററിലും ഇല്ല ഗവൺമെന്റ് സെറ്റപ്പിൽ. എൻ്റെ അറിവിലില്ലാന്നാണ്. ഇനിയിപ്പോൾ ഇന്നാളത്തെ കോഴിക്കോട് ഇഷ്യൂ വന്നേ പിന്നെ എല്ലായിടവും വന്ന് കാണും ചിലപ്പോൾ, എനിക്ക് അറിഞ്ഞോളൂ. ഞാനുള്ളപ്പോൾ ഇല്ല. അതുകൊണ്ട് ഈ ഫ്ലോർ നേഴ്സ് എഴുതിയിരുന്നെങ്കിൽ ലാസ്റ്റ് ഡോക്ടർക്ക് ചെക്ക് ചെയ്യാൻ എളുപ്പമാണ്. ഇപ്പോൾ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സിസ്റ്റർ പറയും, മാഡം ഞാൻ ഇത്ര എണ്ണം എടുത്തിട്ടുണ്ട്, അങ്ങനെ നോക്കും, ഇത്ര എണ്ണം ഉണ്ട്. അപ്പം അവർക്ക് ഒരു ഓർമ്മയിൽ ഒരു പെശക് വന്നു പോയാൽ അത് പെശകാണ്. കഴിയുന്നത്ര നമ്മൾ ഒരു ഇൻസ്ട്രുമെന്റ് അകത്തിടത്തില്ല. ഇതെങ്ങനെ ഈ വലിയ ട്യൂമർ ആയതുകൊണ്ട് എന്തോ 3.5 കിലോ അതുകൊണ്ടാണ് അത് ചെയ്തത്. അല്ലെ കോവിഡ് സമയത്ത് നമ്മൾ അങ്ങനെ ഒരു സർജറി ചെയ്യത്തില്ല. ക്യാൻസർ, ഓവറിയിലെ ക്യാൻസർ എന്നാണ് വിചാരിച്ചത്. പക്ഷേ ചെയ്തപ്പോൾ ഫൈബ്രോയിഡ് ആയിരുന്നു. പേഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ആ കോവിഡ് കാലത്ത് കഷ്ടപ്പെട്ട് ചെയ്തത്. ഇപ്പൊ ചെയ്തവർക്ക് അത് വരെയായി. പക്ഷേ ഇത് വയറ്റിലുണ്ടോണ്ട് ഒന്നും അറിയത്തില്ല. വെക്കാന്നല്ലേ, തെറ്റാണ്. പക്ഷെ വയറ്റിൽ ഇത് ഇരുന്നുകൊണ്ട് ഒന്നും അറിയാം. ഇത് പണ്ട് 20 കൊല്ലം മുമ്പ് വെച്ചതും ആകാം, ഇപ്പൊ വെച്ചതാന്നുള്ളതിന് ഒരു തെളിവുമില്ല. ഇനിയിപ്പോ വല്ല കെമിക്കൽ ടെസ്റ്റ് കൊണ്ട് ഇൻസ്ട്രുമെന്റ് പഴക്കം കണ്ടുപിടിക്കുകയോ അങ്ങനെ എല്ലാം ചെയ്യേണ്ടി വരും. അല്ലാതെ അറിയാൻ പറ്റത്തില്ല. നാട്ടിലെവിടെയാ? വയനാട്ടില്. നാട്ടിലെവിടെയാ? ഞാൻ കോഴിക്കോട്. നാട്ടിലെവിടെയാ? ഞാൻ ആലപ്പുഴ. നാട്ടിലെവിടെയാ? ഞാനോ? ഞാൻ കണ്ണൂരാ. നാട്ടിലെവിടെയാ? എന്റെ വീട് പാലക്കാട്. പാലക്കാടിൻ പൊള്ളിപ്പൊളിയും ചൂടായാലും കോഴിക്കോടിൻ കാറ്റിൽ കിനിയും ഉപ്പായാലും ആലപ്പുഴയിലെ മണ്ണിൽ പടരും കുട്ടനാടൻ നനവാടേലും കണ്ണൂരിനെ ഉഴുതുമറിക്കും കോരിച്ചൊരിയണ മഴയായാലും വയനാട്ടിലെ കുളിർ കോരും മഞ്ഞായാലും നാട്ടിലെവിടെയാണേലും കാലാവസ്ഥ എന്താണേലും സിമെന്റ് JSW കോൺക്രീറ്റ് HD തന്നെ. നാട്ടിലെവിടെയാ?